കിഫി സിഇഒ കെ.എം. എബ്രഹാം രാജിവെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. അഡീഷണൽ സിഇഒ മിനി ആന്റണിക്ക് പകരം ചുമതല നിൽക്കും. എന്താണ് വിവരം? ആർ അനന്തകൃഷ്ണൻ. അനന്തൻ, സർക്കാർ മാറ്റത്തിന്റെ ഭാഗമായി കെ.എം. എബ്രഹാം രാജിവെക്കുന്നു. എങ്ങനെ കാണണം? രതീഷ്, സ്വാഭാവികമായ നടപടിയാണ്. കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമിൻ്റേത് രാഷ്ട്രീയ നിയമനമാണ്. അങ്ങനെ രാഷ്ട്രീയ നിയമനമുള്ള ഉദ്യോഗസ്ഥരൊക്കെ രാജിവെക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. കാരണം അവരെ രാഷ്ട്രീയമായി നിയമിച്ച സർക്കാർ രാജിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇത്തരം നടപടികൾ സ്വാഭാവികമാണ്. ഏതായാലും കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം രാജിവെച്ചു അല്പസമയം മുമ്പ്. പകരം ചുമതല അഡീഷണൽ സിഇഒ മിനി ആന്റണിക്കാണ് നൽകിയിരിക്കുന്നത്. കെ.എം. എബ്രഹാം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതിനൊപ്പം തന്നെ വിരമിച്ച ശേഷമാണ് കിഫ്ബി സിഇഒ ആയിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് ചുമതലയിലും നിയമിച്ചത്. അതിനൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങൾ, ഈ മസാല ബോണ്ട് അടക്കമുള്ള ഒരുപാട് വിവാദങ്ങളിലൊക്കെ അദ്ദേഹം പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾക്കെല്ലാം മുൻ നേതൃത്വം നൽകിയത് കിഫ്ബി ആയിരുന്നു. അപ്പോൾ ആ പദ്ധതികൾക്കൊക്കെ സർക്കാരിനെ സഹായിച്ചു എന്നുള്ള ഖ്യാതിയും കെ.എം. എബ്രഹാം നേടിയിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചതിന് പിന്നാലെ കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമും രാജിവെച്ചിരിക്കുകയാണ്. കിഫ്ബിയുടെ സിഇഒ കെ.എം. എബ്രഹാം രാജിവെക്കുകയാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം റിട്ടയർഡാണ്. അദ്ദേഹത്തിനായിരുന്നു ചുമതല. പലവിധ ആരോപണങ്ങൾ കിഫ്ബിക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. കെ.എം. എബ്രഹാമിനെതിരെയും ആരോപണങ്ങൾ വന്നിരുന്നതാണ്. അതിനിടയിലാണ് ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കെ.എം. എബ്രഹാം രാജിവെച്ച അഡീഷണൽ സിഇഒ മിനി ആന്റണിക്ക് പകരം ചുമതല നൽകും എന്ന തീരുമാനമാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.